നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങളെ ഒരു പ്രധാനപ്പെട്ട മരുന്നാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് എൻ്റെ മരുന്നിൽ 98 ഔഷധത്തിൽ ഇന്ന് 5-മത്തെ മരുന്നാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് എലുംപൊട്ടി പച്ച എന്നാണ് പറയുന്നത്. എലുംപൊട്ടി പച്ച എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് നമ്മൾ മരങ്ങളിൽ കയറിയിട്ട് മരത്തിൽ നിന്ന് വീഴുന്ന് പൊട്ടി നമ്മളെ അസ്ഥിയിലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഈ ഞാൻ കാണിക്കുന്ന മരുന്ന് മാത്രം വെച്ച് കെട്ടിയാലും മതി, ഉടൻ ഊരി കിട്ടുന്ന ഒരു പച്ചിലയാണ്. അതാണ് പ്രധാനപ്പെട്ട പച്ചില. ആ പച്ചിലയാണ് ഇന്ന് നമുക്ക് കാണിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ആ മരുന്നിനെ ഒന്ന് കാണാം. നമുക്ക് ഇതിനെ നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഫലപ്രദമായ മരുന്നാണ്. ഞാൻ തേയ്മാനത്തിന് ചേർക്കുന്ന 98 മരുന്നിൽ ഇന്ന് 5-മത്തെ മരുന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. 5-മത്തെ മരുന്നാണ് കാണിക്കാൻ പോകുന്നത്. നമ്മളെ പ്രേക്ഷകർ കണ്ടിരിക്കുന്നത് നല്ലതാണ്. കാരണം ഞാൻ കാണിക്കുന്ന മരുന്നുകളൊന്നും മറ്റുള്ള വീഡിയോയിൽ മറ്റുള്ളവർക്കാരും കാണില്ല, ഇത് കാണിക്കത്തില്ല. അത് അങ്ങനെയുള്ള ഒരു പ്രത്യേക തരം മരുന്നുകളാണ് നമ്മൾ ഔഷധത്തിൻ്റെ ഒരു കൂട്ട് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഗുണപ്രദമുള്ള ഒരു ഔഷധമാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് മരുന്ന്. പൊട്ടിയ അസ്ഥി ഊരി പിടിക്കുന്നതാണിത് എന്ന് പറഞ്ഞാൽ ഒട്ടും. ഇത് എലുംപൊട്ടി പച്ചിലയെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഈ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു മരുന്നാണ് ഇത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്നാണ്. ഈ പച്ചിലയാണ് നമ്മൾ എടുക്കുന്നത്. ഈ പച്ചില എടുത്തിട്ട് പിന്നെ ഇതിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ വേരിൻ്റെ ഗുണം പറഞ്ഞാൽ വേറെയാണ്. ഇത് ഞങ്ങൾ ആനമയക്കി എന്നാണ് പറയുക. അങ്ങനെയും പറയാം. എന്ന് വെച്ചാൽ ഈ ആനയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതിൻ്റെ വേര് നമ്മളെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. ആന നിന്ന് നമ്മളെ നോക്കേ ഉള്ളൂ, നമ്മൾ അടുത്ത് വരില്ല. എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു ദൈവശക്തി ഉള്ള ഒരു ഔഷധമാണിത്. ഈ ഔഷധങ്ങളൊന്നും ആരും പുറത്തൊന്നും അങ്ങനെ പെട്ടെന്ന് വരില്ല. ഇതിൻ്റെ വേര് നമ്മൾ ഈ മൃഗങ്ങളിലിരുന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾ ഇതിൻ്റെ ഇതിനെ നമ്മൾ മന്ത്രമൊക്കെ ചൊല്ലി നല്ല രീതിയിൽ മന്ത്രമൊക്കെ അതിന് പറഞ്ഞാൽ നല്ല രീതിയിൽ മന്ത്രം ചൊല്ലി അത് എടുത്ത് വിധിപ്രകാരം എടുത്ത് നമ്മൾ തായത്തിൽ ഇത് പൂജ ചെയ്ത തായത്തിൽ എന്ന് പറഞ്ഞാൽ ഏലസിലടച്ചാൽ മതി. നല്ല രീതിയിൽ ഏലസിലടച്ച് കഴിഞ്ഞാൽ ഇത് മൃഗങ്ങൾ നമ്മളെ ഉപദ്രവിക്കലാണ്. ആന വരെ വന്നാലും നമ്മളെ കണ്ട അവിടെ നിന്ന് നോക്കേ ഉള്ളൂ. ഒരുവിധം നമ്മൾ പറഞ്ഞാൽ അത് കേൾക്കും. എന്ന് പറഞ്ഞാൽ അതൊരു വശീയ മൂലികയാണ്. മൃഗങ്ങൾ നമ്മളെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേകതര ഒരു ഔഷധമാണ്. ഇതിൻ്റെ വേരാണ്. ഇതിൻ്റെ വേരെടുത്താണ് ഞങ്ങൾ ഈ വിധിപ്രകാരം എടുത്ത് പൂജ ചെയ്ത് ഏലസിലടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേരാണ്. ഏലസിലടച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ മൃഗങ്ങളിലിരുന്ന് നമുക്ക് രക്ഷപ്പെടാം. അതിനുവേണ്ടി മിക്കവാറും ഞങ്ങളെ മുന്നോറ് കാലത്ത് ഈ മരുന്ന് ഞങ്ങളെടുത്ത് യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ പച്ചില എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇല നമ്മൾ എടുക്കുന്നതാണ്. നല്ല നോക്കിക്കോളി, ഇതിൻ്റെ ഇലയാണ് ഇതിനൊരു പൂവുണ്ട്, കാവുണ്ട്, എല്ലാം ഉണ്ടാവും. ഇതെടുത്താണ് നമ്മൾ പിന്നെ ഇതിനൊക്കെ ചേർക്കുന്നത്. ഇത് എൻ്റെ മരുന്നിലേക്ക്
ഇതിൻ്റെ ഇലയാണ് അഞ്ചാമത്തെ കൂട്ടുമരുന്നിന് വേണ്ടി അഞ്ചാമത്തെ മരുന്ന് എന്ന് പറഞ്ഞാൽ ഓടുവ് ചതവ് ഉളുക്ക് എന്നൊക്കെ നമ്മൾ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് അഞ്ചാമത്തെ മരുന്നായി ഞങ്ങൾ ഇത് യൂസ് ചെയ്യും. അത് അഞ്ചാമത്തെ ഔഷധമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനങ്ങ് എലുമ്പൊട്ടി എന്നാണ് പറയുന്നത് ഇതിന് പേര്. പിന്നെ ആണമയക്കിനും പറയും, അത് വേറൊരു ഇതിൽ പറയുമെങ്കിലും നമ്മൾ ഇതിന് എലുമ്പോട്ടി എന്നാണ് പറയുന്നത്. ആണമയക്കെന്ന് പറഞ്ഞാൽ വേറൊരു മരുന്നുണ്ട്, ഔഷധമുണ്ട്. അതല്ല ഇതെന്ന് പറയുന്നത് ഞങ്ങൾ ഇതിൻ്റെ വേരെടുത്ത് ഈ പറയും പോലെ പിന്നെ വിധിപ്രകാരം ഇതിന് പിന്നെ രാവിലെ വന്ന് പാലൂറ്റി ഇതിനെയൊക്കെ പൂജ ചെയ്ത് ആ പൂജ പ്രകാരം അവിടെ ചെന്നിട്ട് ഒരു വെളുത്തവാവിന് എടുക്കണം. വെളുത്തവാവ് വരെ നമ്മൾ പൂജിക്കണം. പിന്നെ ഒരു വെളുത്താവ് മുതൽ അടുത്ത രണ്ടാമത്തെ വെളുത്താവ് വരെ എന്ന് പറഞ്ഞാൽ 30 ദിവസം നമ്മൾ പൂജയിൽ വെച്ചിരുന്നതിന് ശേഷമാണ് ഏലസിലടയ്ക്കേണ്ടത്. ഏലസിലടച്ച് വലിയ ഏലസിലോ പഞ്ചലോക ഏലസിലൊക്കെ അടച്ചിട്ടിരുന്ന ഈ പറയുന്ന പോലെ ഈ മൃഗങ്ങളിലിരുന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. കാര്യം എന്ന് പറഞ്ഞാൽ മൃഗം നമ്മളെ ഉപദ്രവിക്കില്ലെന്നാണ്. ഇത് ഞങ്ങളെ പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ വേര് ഞങ്ങൾ അടച്ച് മൃഗങ്ങളിലിരുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇതാണ് ഞങ്ങൾ ഉപയോഗിച്ച് വരുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് നമ്മൾ ഇപ്പം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നെ തേയ്മാനം മരുന്നിന് അഞ്ചാമത്തെ കൂട്ടുമരുന്നായിട്ട് ഈ മരുന്നാണ് നമ്മൾ ചേർക്കുന്നത്. ഇതിൻ്റെ ഇലയാണ് ചേർക്കുന്നത്. ഏലസിൽ അടയ്ക്കാനായിട്ട് ഞങ്ങൾ ഇതിൻ്റെ വേരാണ് എടുക്കേണ്ടത്. അത് ഞങ്ങൾ വിധിപ്രകാരം പൂജ ചെയ്താണ് എടുക്കേണ്ടത്. പിന്നെ ഇന്ന് സന്ധ്യയായി, എന്നും എനിക്ക് വൈകുന്നേരമാണ് ഈ പറഞ്ഞ സമയം കിട്ടുന്നത്. ഞാൻ വരുമ്പോൾ ഏതാണ്ട് ഇരുട്ടാരാകും. ഏതാണ്ട് ഇരുട്ട് ഒരുവിധം വന്നുകൊണ്ടിരിക്കുകയാണ്. കേട്ടോ, അതാണ് വിഷയം. അതുകൊണ്ട് സന്ധ്യയായിപ്പോയി. ഇന്ന് നിങ്ങളെ കാണിക്കാനാണ് ഇന്ന് ഒരു വീഡിയോ ഈ മരുന്നിനെക്കുറിച്ച് ചെയ്യണമെന്നത്. ഇത് പ്രധാന മരുന്നാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇച്ചിരി നേരത്തെ വന്ന് ഞാൻ ഇത്രയും നേരത്തെ ഇനി പൂജയ്ക്ക് സമയമായി. ഇനി എനിക്ക് ഇവിടെ ക്ഷേത്രത്തിൽ പൂജയൊക്കെ ഉണ്ട്. ഇനി അതിനുള്ള സമയത്ത് അത് സമയമില്ലാത്തത് കൊണ്ടാണ് എന്നാലും ഓരോ മരുന്നുകൾ കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങളടുത്ത് ഞാൻ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ മരുന്ന് ഞങ്ങൾ എലുമ്പൊട്ടി എന്നാണ് പറയുന്നത്. എലുമ്പൊട്ടി പച്ചയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇനി ഇത് ശരി, ഇന്നത്തേക്ക് ഇതാണ് നമ്മളെ സ്ഥലങ്ങൾ. ഇത് നിങ്ങൾ നമ്മളെ സ്ഥലങ്ങൾ കാണുമ്പോഴത്തേക്കൊരു പ്രത്യേകത തോന്നും. നല്ല രസമുള്ള സ്ഥലങ്ങളല്ലേ. ഇത് നാട്ടുംപുറമാണ്, എല്ലാം വിലയിലാണ്. ഇത് ഞാൻ നട്ടുവച്ചിരിക്കുകയാണ്. ഈ മരുന്ന് ഞാൻ നട്ടുവച്ചിരിക്കാൻ മരുന്നാണ്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഈ മണ്ണിലേ ഇത് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നട്ടുവച്ചിരിക്കുകയാണിത്. ഈ മരുന്നുകളൊന്നും വെളിയിൽ കിട്ടില്ല. ഞാൻ വനത്തിൽ പോകുന്ന സമയത്ത് അത് അവിടെ നിന്ന് കൊണ്ടുവന്ന മരുന്നാണ്. ഞാൻ എടുത്തുകൊണ്ടത് ഇവിടെ നട്ടുവച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ഇതിനെ പരിശീലിക്കുന്നത്, നട്ടുവെച്ചതിന് കൊണ്ടുവരണത്. ശരി, നന്ദി സുഹൃത്തുക്കളെ. ഇനി ഇരുട്ടാവാറായി. അതുകൊണ്ട് ഇന്നത്തേക്ക് ഈ ചെറിയ വീഡിയോ നിർത്താം. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത മരുന്നുമായി ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നതാണ്. നന്ദി, നമസ്കാരം. എൻ്റെ വൈദ്യശാലയുടെ ഞാൻ പറഞ്ഞില്ലല്ലോ. ശ്രീപത്ര ചികിത്സാലയം, വെള്ളൂർക്കുണം, മഞ്ചപ്പീവോ, നെടുമങ്ങാട്, തിരുവനന്തപുരം. വൈദ്യശാലയുടെ അഡ്രസ്സാണ് ശ്രീപത്ര ചികിത്സാലയം, വെള്ളൂർക്കുണം, മഞ്ചപ്പീവോ, നെടുമങ്ങാട്, തിരുവനന്തപുരം. ഇതാണ് എൻ്റെ അഡ്രസ്സ്. ഇത് കാണുന്ന സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഈ തേയ്മാനമോ
ഒടിവ് ചതവ് തേയ്മാനം ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സമീപിക്കാം. ഏത് പ്രശ്നങ്ങളായാലും ഞാൻ അതിന് നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് സുഖപ്പെടുത്തുന്നതാണ്. നന്ദി, നമസ്കാരം.